എം ശ്രീ ഒപ്പിട്ടതിനെ ന്യായീകരിച്ചുകൊണ്ട്, പഴയ കാലമല്ലല്ലോ, PM ശ്രീ ഒപ്പിട്ടതിനെ ന്യായീകരിച്ചുകൊണ്ട് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയും അന്ന് ഭരണത്തിന് നേതൃത്വം കൊടുത്തവരും അപ്പുറത്ത് നിൽക്കുന്ന പാർട്ടികളും അവരുടെ പോഷക ഘടകങ്ങളൊക്കെ ന്യായീകരിച്ച് സംസാരിച്ച ക്ലിപ്പുകളും ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് ഞങ്ങളിവിടെ പുതുതായി ഒന്നും ചെയ്തിട്ടില്ല. ഈ ഇടതുപക്ഷം ഉണ്ടാക്കി വെച്ച ഈ വിഷയം എങ്ങനെ പരിഹരിക്കുമെന്നതാണ് ഇനി വരാൻ പോകുന്നത്. അത് ഞങ്ങൾ നല്ല രീതിയിൽ പരിഹരിക്കും. ഞങ്ങളുടെ രാഷ്ട്രീയം അതിൽ കോംപ്രമൈസ് ചെയ്യുന്ന പ്രശ്നവുമില്ല. ഏറ്റവും താഴെ തട്ടിലെ ഈ സോഷ്യൽ മീഡിയകളിലൊക്കെ കിടന്ന് എയും വ്യാജങ്ങളും ഒക്കെ പടച്ചുവിട്ട് അതിനെയൊക്കെ കൊണ്ടു നടക്കുന്ന ചില കൃമികീടങ്ങളുണ്ടല്ലോ. അതാണ് പറഞ്ഞ ഇവരുടെ ഏറ്റവും താഴെ നിൽക്കുന്ന കൃമികീടം. ദേശാഭിമാനിയിൽ പറയുന്നത് മാത്രം മനസ്സിലാകുന്നത്, പാർട്ടി ക്ലാസ്സിൽ അന്തംഗമ്മികൾ വിതരണം ചെയ്യുന്ന ക്യാപ്സ്യൂളുകൾ മാത്രം വിശ്വസിക്കുന്ന ആ താഴേ തട്ടിലെ കൃമികീടുണ്ടല്ലോ, ആ താഴേ തട്ടിലെ കൃമികീടത്തിനും മനസ്സിലാകുന്ന ഭാഷയിൽ മന്ത്രി N. ഷംസുദ്ദീൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഷംസുദ്ദീൻ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ: ശിവൻകുട്ടി ചെലക്കല്ലേ, ചെലക്കാണ്ടിരിക്കി എന്ന് മാത്രമേ ഷംസുദ്ദീൻ പറഞ്ഞിട്ടുള്ളൂ. കാരണം ഇവിടെ ശിവൻകുട്ടി ഒപ്പിട്ടു, പൈസ വാങ്ങി നക്കി, കമ്മീഷൻ എടുത്ത് പോക്കറ്റിലും ഇട്ടു. എന്നിട്ട് ശിവൻകുട്ടി ഒരു കത്തയച്ചു. എന്താ കത്തയച്ചത്? ശിവൻകുട്ടി എന്താ കത്തയച്ചത്? ഈ PM ശ്രീ പദ്ധതി റദ്ദ് ചെയ്യണമെന്നാണോ കത്തയച്ചത്? ആണോ? അല്ലല്ലോ. ക്യാപ്റ്റൻ അബയൻസ് എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് നിർത്തിവെക്കണം, താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്യണം. ആ കത്തില് ശിവൻകുട്ടി BJP ഗവൺമെന്റിന് അയച്ച കത്തില്, കേന്ദ്ര ഗവൺമെന്റിന് അയച്ച കത്തില് പറഞ്ഞിരിക്കുന്നത് എന്താ? ക്യാപ്റ്റൻ അബയൻസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഈ കരാർ റദ്ദ് ചെയ്യണം എന്നല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. ക്യാപ്റ്റൻ അബയൻസ് എന്ന വാക്കാണ് ആ കത്തില്. അത് കഴിഞ്ഞ ദിവസം മന്ത്രി N. ഷംസുദ്ദീൻ ആ വാക്കെടുത്ത് പറയുകയും ചെയ്തു. ശിവൻകുട്ടി മന്ത്രിയായിരിക്കുമ്പോ എന്താ പ്രശ്നം എന്നറിയോ? ഇതിന്റെ ആകെ പ്രശ്നം എന്താ? ശിവൻകുട്ടിയെ പോലെ ഒരു ക്രിമിനലിനെ ആ മന്ത്രി കസേരയിൽ ഇരുത്തി, അതും വിദ്യാഭ്യാസ വകുപ്പിന്റെ. കേരളത്തില് ഈ ഹോട്ടലുകളിൽ പാത്രം കഴുകാൻ ഒരു വകുപ്പ് സർക്കാരിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ വകുപ്പിന്റെ മന്ത്രിയാക്കാമായിരുന്നു ഈ ചങ്ങാതിയെ. അതല്ലാതെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ഈ ഉണ്ണാക്കനെ ഇരുത്തിയതാണ് ഏറ്റവും വലിയ കുഴപ്പം. ഈ ഉണ്ണാക്കന് ഒരു വസ്തു അറിയില്ല, ഫസ്റ്റ് ഓഫ് ഓൾ. ആൻഡ് സെക്കൻഡ് തിങ്, ഈ കത്തിൽ എഴുതിയിരിക്കുന്നത്, കത്തെന്തായാലും ശിവൻകുട്ടി ഉണ്ടാക്കിയതല്ല, സെക്രട്ടറിമാരുണ്ടാക്കിയതാണ്. ഈ സെക്രട്ടറിമാരുണ്ടാക്കിയ കത്തില് എന്താ പറഞ്ഞിരിക്കുന്നത്? ക്യാപ്റ്റൻ അബയൻസ്. അതിലുപയോഗിച്ച വാക്കാണ് ഞാൻ പറഞ്ഞത്. ക്യാപ്റ്റൻ അബയൻസ് എന്ന് പറഞ്ഞാൽ ടെമ്പററി ആയിട്ട് സസ്പെൻഡ് ചെയ്യണം. CPI എടഞ്ഞു നിന്നപ്പോൾ CPIയെ ഒന്ന് സമാശ്വസിപ്പിക്കാൻ വേണ്ടിയും മൂന്നാമതും പിണറായി വിജയൻ അധികാരത്തിൽ വരും, അപ്പൊ ഇവരെയൊക്കെ മൂഞ്ചിക്കാം എന്നുള്ള രീതിയിലും അന്ന് എഴുതി വിട്ടതാണ് ക്യാപ്റ്റൻ അബയൻസ്. ടെമ്പററി ആയിട്ട് സസ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ് ആ വാക്കിന്റെ അർത്ഥം. എന്നിട്ട് ശിവൻകുട്ടി ഇങ്ങനെ കടന്ന് ചിലക്കുക. ആരാ ഒപ്പിട്ടത് ശിവൻകുട്ടി, ഉളുപ്പില്ലാണ്ട്. രാത്രി വെടിവെക്കാൻ പോകും പോലെ തലയിൽ മുണ്ടിട്ട് പോയി ഒപ്പിട്ട് വന്നിട്ട് ശിവൻകുട്ടി ഇവിടെ കിടന്ന് ഇങ്ങനെ ചിലച്ചോണ്ടിരിക്കുക, പേപ്പട്ടി കുരക്കും പോലെ. അതിനെ കുറെ ഏറ്റുപിടിക്കാൻ കുറെ കൃമികീടങ്ങളും. ഇപ്പം അതിനേക്കാളും വലുതൊന്നുണ്ട്. ഈ പട്ടികജാതി പട്ടിക വകുപ്പിൽ ചില മെന്റർമാരെ നിയമിച്ചിരുന്നു ഒരു വർഷത്തേക്ക് പിണറായി വിജയൻ. ആ ഒരു വർഷം കഴിഞ്ഞ മാർച്ച് 31 അവസാനിച്ചു. അവരെയൊക്കെ പിരിച്ചുവിടുകയും ചെയ്തു. ഇപ്പൊ HFIക്കാർ കേരളത്തിൽ അവിടെ ഇവിടെയൊക്കെ സമരം ചെയ്യുന്നത് കണ്ടു. എന്താണ്? പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കുക. ജനങ്ങളെ നിങ്ങൾ അറിഞ്ഞോ? എന്തറിഞ്ഞോന്ന്? ഇവരെ പിരിച്ചുവിട്ടിരിക്കുന്നത് എപ്പോഴാ? മാർച്ച് 31. UDF സർക്കാർ അധികാരത്തിൽ വന്നത് എപ്പോഴാ? മെയ് 18. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നത് എപ്പോഴാ? ഏപ്രിൽ 9. റിസൾട്ട് വന്നത് എപ്പോഴാ? മെയ് 4. എന്ന് പറഞ്ഞ പോലെ മാർച്ച് 31 പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ HFI കൃമികീടങ്ങൾ സമരം ചെയ്യുക. അതുപോലെയാണ് ഈ PM ശ്രീ വിഷയത്തിലും. ശിവൻകുട്ടി ഒക്ടോബർ 17 പോയി ഒപ്പിട്ടു, ഒരു ഉളുപ്പുമില്ലാതെ.
മനസ്സിലായില്ലേ? മീശമാധവനിലെ ആ രംഗ എനിക്ക് ഓർമ്മ വരുന്നത്. ഏത് പട്ടാളം പുരുഷേട്ടന്റെ വീട്ടില് ജഗതി വരുന്ന ഒരു സീനുണ്ടല്ലോ, ആ സീനാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതുപോലെ തലയിൽ മുണ്ടിട്ട് പോയിട്ട് ഒപ്പിട്ട് വന്നിട്ട് കിടന്ന് ചിലക്കാണ് ശിവൻകുട്ടി. ഒരു ഉളുപ്പ് എന്ന് പറയുന്നത് ലവലേശം വേണ്ടേ, ഒരിച്ചിരിയെങ്കിലും അതില്ലെന്നേ. എന്നിട്ട് ചിലച്ചോണ്ടിരിക്കുക. എന്നിട്ട് ഇവിടുന്ന് CPI-യും ബാക്കിയുള്ള പ്രതിഷേധങ്ങളൊക്കെ തുടർന്ന് ഒരു കത്തയച്ചു. ഒരു കത്ത് എവിടേക്ക്? കേന്ദ്ര ഗവൺമെന്റിന് കത്തയച്ചു. ആ കത്തിൽ പറഞ്ഞത് എന്താ? കെപ്റ്റ് ഇൻ അബയൻസ്, താൽക്കാലികമായിട്ട് നിർത്തിവെക്കണം എന്നുള്ളതാണ് ആ കത്തിൽ പറഞ്ഞത്. എന്നിട്ട് ചിലച്ചോണ്ടിരിക്കുക. ഇവിടെ ഇപ്പം എന്താ, PM ശ്രീയുമായി ബന്ധപ്പെട്ട് പുതിയ ഗവൺമെന്റ് എന്തെങ്കിലും തീരുമാനം എടുത്തോ? ഒരു തീരുമാനം എടുത്തില്ല. അതിലല്ലെങ്കിൽ ആ കരാർ പുതുക്കിയോ? അല്ലെങ്കിൽ ആ കരാറുമായി മുന്നോട്ട് പോകണമെന്ന് സർക്കാർ എന്തെങ്കിലും തീരുമാനം എടുത്തോ? ഒരു തീരുമാനം എടുത്തില്ല. എന്നാലും ചിലക്കണേനൊരു കുറവുമില്ല. ആരാ ഒപ്പിട്ടത് ഈ ശിവൻകുട്ടി, പക്ക ക്രിമിനൽ. പൊതുമുതൽ നശിപ്പിച്ച് തല്ലി പൊളിച്ച് ഒരു മാടമ്പിയെ പോലെ നിയമനിർമ്മാണ സഭയിൽ സ്പീക്കറുടെ ഡയസിൽ കയറി മുണ്ടൊക്കെ മടക്കി കുത്ത് ആ ഉള്ളിലെ കോണകവും കാണിച്ച് ഒരു ഉളുപ്പില്ലാതെ ഒരു മര്യാദയില്ലാതെ ആ തിരുവനന്തപുരത്തെ ആ കവലച്ചട്ടമ്പിയുടെ രൂപത്തിൽ നിയമസഭയിൽ പ്രവർത്തിച്ച ആ വ്യക്തിയാ പറയണേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് ഇതിനൊക്കെ പിടിച്ച് തുള്ളാൻ കുറെ ക്രിമികീടങ്ങളും. ഒരു ഉളുപ്പ് വേണ്ടേ? സഖാക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലായിക്കോ. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായി 4ാം തവണയാണ് കേരളത്തിന് നിയമസഭയിൽ എത്തിയതെങ്കിൽ, ആ ഷംസുദ്ദീനെ മുസ്ലിം ലീഗാണ് മന്ത്രിയാക്കിയതെങ്കിൽ, സഖാക്കളെ, ഇത് പിണറായി വിജയന്റെ മന്ത്രിയല്ല. ഇത് പാണക്കാട്ടിന്ന് കൊടുത്ത ലിസ്റ്റിന്റെ പ്രകാരത്തിൽ മന്ത്രിയായത് ഷംസുദ്ദീന്. കൃത്യമായിട്ട് നിലപാടുകളുണ്ട്. ആ നിലപാടെന്ന് പറയുന്നത് ആർജവത്തിന്റെ നിലപാടാ. ഏതൊരുത്തിന്റെ മുന്നിലും നട്ടല് വളക്കാത്തവന്റെ നിലപാടാ. മനസ്സിലായില്ലേ? ഈ പാർട്ടിയുടെ പാരമ്പര്യം എന്താണെന്നറിയോ സഖാക്കളൊക്കെ ഒളിവിൽ പോയി കണ്ട പരിപ്പോടിയും കട്ടൻ ചായയും കുടിച്ച് കാട്ടിൽ പോയി താമസിക്കുമ്പോൾ ബ്രിട്ടീഷുകാരന്റെ തോക്കിന്റെ മുന്നിൽ നെഞ്ചും വിരിച്ചു നിന്നവന്റെ പാരമ്പര്യ. ഒളിവിൽ പോയിട്ടില്ല, പോരാട്ടം നയിച്ചവന്റെ പാരമ്പര്യ. ഈ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യാൻ സഖാക്കളെ നിങ്ങളെ കൊണ്ടാവില്ല. നിങ്ങൾക്കാവില്ല. മനസ്സിലായില്ലേ? ഒരു നാടിന്റെ എല്ലാ പ്രതീക്ഷയുമായിട്ടുള്ള പൊതുവിദ്യാഭ്യാസ രംഗത്തെ RSSന് കാൽ കീഴിൽ കൊണ്ടുപോയി അടിയറവ് വെച്ച് വന്നിട്ട് പേപ്പട്ടി കുരക്കും പോലെ കുരക്കാൻ ശിവൻകുട്ടി, നിങ്ങൾക്ക് ലജ്ജയില്ലേ? ഉളുപ്പുണ്ടോ ശിവൻകുട്ടി? ഉളുപ്പ് ഇച്ചിരിയെങ്കിലും. ഇനി അന്ന് രാത്രി പോകുമ്പോഴും 2 അടിച്ചിട്ടാണോ പോയത്? കൈ വിറക്കാതിരിക്കാൻ, ഒപ്പിടുമ്പോ കൈ വിറക്കാതിരിക്കാൻ 2 അടിച്ചിട്ടാണോ അന്ന് ഡൽഹിക്ക് വണ്ടി കയറിയത്? ഇച്ചിരിയെങ്കിലും ഉളുപ്പ് വേണ്ടേ? എന്നിട്ട് ഇങ്ങനെ കെട്ടെന്ന് ഇങ്ങനെ കുരച്ചോണ്ടിരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് സഖാക്കളെ. ഇപ്പോൾ മന്ത്രി N. ഷംസുദ്ദീൻ്റെ വാക്കുകൾ നിങ്ങൾ കേട്ടില്ലേ? വളരെ കൃത്യമാണല്ലോ. രാഷ്ട്രീയ നിലപാട് ഉണ്ട് കൃത്യമായിട്ട്. ആ നിലപാടിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു വ്യതിയാനവും സംഭവിക്കില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് സഖാക്കള് ചെയ്തു വെച്ചത്, ശിവൻകുട്ടിക്ക് ഇതിൽ ഒപ്പിടാൻ പോകുമ്പോൾ പിണറായി വിജയനും ശിവൻകുട്ടിക്കും 2 പോസിബിലിറ്റി ആ മുമ്പിലുണ്ടായത്. ഒന്നാമത്തെ കാര്യം, ക്യാബിനറ്റിലെ മന്ത്രിമാരെ പോലും അറിയിക്കാതെയാണ് പോയി ഒപ്പിട്ടത്. അങ്ങനെ ഒപ്പിട്ട് തിരിച്ചു വന്നപ്പോൾ വലിയ വിഷയമായി. ക്യാബിനറ്റിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി. ഘടകകക്ഷിയായിട്ടുള്ള CPI വലിയ കുഴപ്പമുണ്ടാക്കി. കേരളത്തിലെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ വലിയ ചർച്ചയാക്കി. വലിയ പ്രതിഷേധങ്ങൾ കണ്ടു. ഉടനടി പിണറായി വിജയൻ കത്തെഴുതാൻ പറഞ്ഞു. കത്തെഴുതി കെപ്റ്റ് ഇൻ അബയൻസ്, താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്യണം. അങ്ങനെ പറയുന്നതിന് 2 കാരണങ്ങളാണ് ഉണ്ടായത്. ഒന്നെന്ന് പറയുന്നത്, പിണറായി വിജയന് 3ാമതും അധികാരം വരും. ആ അധികാരം വരുമ്പോൾ നമുക്കിത് നടപ്പിലാക്കാം. കുറച്ച് മാസം ഉണ്ടായുള്ളൂ. അതുവരെ താൽക്കാലികമായിട്ടൊരു കത്തയച്ചിട്ട് ബാക്കിയുള്ളവരുടെ കണ്ണിൽ പൊടിയിടാം, CPIയെ ഒന്ന് സമാശ്വസിപ്പിക്കാം എന്നുള്ളതായിരുന്നു പിണറായി വിജയൻ്റെ ലക്ഷ്യം. രണ്ടാമത്തെ പിണറായി വിജയൻ മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. ഇനി അഥവാ അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഇതിൽ ഒപ്പിട്ടതിൻ്റെ പേരിൽ തങ്ങൾക്കിട്ട് പണിത
UDF കിടക്കട്ടെ ഒരു പണി. കാരണം എന്താ, ഓൾറെഡി കരാറിൽ ഒപ്പിട്ടു. ഇനി അതിൽ നിന്ന് പിൻവാങ്ങാൻ പറ്റുമോ? പിൻവാങ്ങാൻ പറ്റൂല. ഇനി അഥവാ ഏകപക്ഷീയമായി പിൻവാങ്ങിയാലോ വലിയ പ്രത്യാഘാതങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് എന്താക്കും? വൈരാഗ്യ ബുദ്ധിയോടെ പ്രവർത്തിക്കും. അപ്പോൾ എല്ലാ രീതിയിലും അടുത്ത വരുന്ന ഗവൺമെൻറ് ഇൻ കേസ് തനിക്ക് അധികാരം കിട്ടിയില്ലെങ്കിൽ അടുത്ത വരുന്ന ഗവൺമെൻറ്റിനെ പ്രതിസന്ധിയിലാക്കാം എന്നുള്ളതായിരുന്നു പിണറായി വിജയൻ്റെ ലക്ഷ്യം. ഈ രണ്ട് പോസിബിലിറ്റിയിലൂടെയാണ് പിണറായി വിജയൻ ശിവൻകുട്ടിയോട് പറഞ്ഞത് ഒരു കത്തേക്ക് എന്നേക്കുമായി റദ്ദാക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അന്ന് ഇതേ ശിവൻകുട്ടി എന്നേക്കുമായിട്ട് ഈ കരാറിൽ നിന്ന് ഞങ്ങൾ പിൻവാങ്ങുന്നു എന്നുള്ള ഒരു കത്താണ് അയച്ചതെങ്കിൽ, ഈ ക്യാപ്റ്റൻ അബയൻസ് എന്നതിന് പകരം ആ കരാർ പൂർണ്ണമായി റദ്ദ് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു കത്താണ് അയച്ചിരുന്നതെങ്കിൽ ഇന്ന് ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടാകുമോ? ഇന്ന് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമോ? അപ്പോൾ അന്ന് ക്യാപ്റ്റൻ അബയൻസ് എന്ന് എഴുതി അയച്ചു, താൽക്കാലികമായി നിർത്തിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. ആ വാക്കിൻ്റെ അർത്ഥം എങ്ങനെയാ? ക്യാപ്റ്റൻ അബയൻസ് എന്ന് പറഞ്ഞാൽ താൽക്കാലികമായി നിർത്തിവെക്കുക. നിങ്ങൾ ഏത് ഡിക്ഷണറി എടുത്ത് പരിശോധിച്ചോ? എന്തിന് ഡിക്ഷണറി? നിങ്ങൾ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ അന്ന് ഇത് സ്ഥിരമായിട്ട് ഈ പദ്ധതി, ഈ കരാർ റദ്ദാക്കണം എന്നല്ലല്ലോ ആവശ്യപ്പെട്ടത്. എന്തേ അന്ന് അങ്ങനെ ആവശ്യപ്പെടാതിരുന്നത്? ഇത്ര വലിയ പ്രശ്നം ഉണ്ടായിട്ടാണെങ്കിൽ ഇപ്പം ഈ ശിവൻകുട്ടി പേപ്പട്ടി കുരക്കും പോലെ കുരക്കുന്നതിലുള്ള അത്രമാത്രം പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ എന്തേ അന്ന് ഇത് എന്നേക്കുമായി കരാർ റദ്ദ് ചെയ്യുകയാണ്, ഞങ്ങൾ ഇതിൽ നിന്ന് പിൻവാങ്ങുകയാണ് എന്ന് പറയാത്തത് എന്തേ? അതിന് പകരം താൽക്കാലികമായിട്ട് റദ്ദ് ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം എന്തായിരുന്നു? അല്ലേ, മറുപടി പറയണമല്ലോ ശിവൻകുട്ടി. വെറുതെ ഈ ചെത്തലപ്പട്ടികൾ, തെരുവ് പട്ടികൾ കുരക്കുമ്പോൾ അങ്ങ് കുരച്ച് വിട്ടാൽ പോരല്ലോ. ക്രിമിനൽ ആണെങ്കിലും കേരളത്തിൻ്റെ മന്ത്രി കസേരയിൽ ഇരുന്നതല്ലേ, ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരുന്ന വ്യക്തിയല്ലേ. പേപ്പട്ടി കുരക്കും പോലെ കുരച്ചാൽ പോരാ. കാര്യകാരണ സഹിതം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു പറയാൻ നാട്ടല് കാണിക്കണം ശിവൻകുട്ടി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കുരക്ക്, ആവോളം വേണ്ടുവോളം RSSകാരൻ്റെ ആസനം നക്കി നക്കി കുരക്ക്. മനസ്സിലായില്ലേ? UDF ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടുണ്ട്. ആ നിലപാട് UDF ഒരു അണുകിട വ്യത്യാസമില്ലാതെ നടപ്പിലാക്കുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സഖാക്കൾക്കൊന്നും സംശയം വേണ്ട.